ഹലോ മൈ ഗൈസ്, ഇന്ന് ഞാനൊരു മോർണിംഗ് റൊട്ടീനാണ് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതും ഒരു സ്കൂൾ ഡേൻ്റെയാണ് ഉദ്ദേശിക്കുന്നത്. ഇന്ന് കുറച്ച് അധികം രാവിലെ തന്നെ എണീച്ചിരുന്നു. ഇന്ന് ഞാൻ 6 മണിക്ക് എണീച്ചിരുന്നു. സാധാരണ ഇത്ര നേരത്തെ ഒന്നും എണീക്കാറില്ല. ഇതിപ്പോൾ സ്കൂളാണ്ട് എക്സാമാണ്. അപ്പോൾ എക്സാമിനുള്ള ഒന്നും കൂടി ഒന്ന് പ്രിപ്പയർ ആയിരുന്നു. സത്യം പറയുകയാണെങ്കിൽ കാര്യമായിട്ടൊന്നും പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. രാവിലെ ആയിരുന്നു നല്ലോണം റിവിഷൻ ചെയ്ത് പഠിക്കുന്നത്. ഞങ്ങൾക്ക് ഇന്ന് സയൻസ് എക്സാമാണ്. സയൻസ് ആണെങ്കിൽ അത്ര വേഗമൊന്നും തലയിൽ കയറില്ല. ചെറിയ ക്വസ്റ്റ്യൻ ആൻസറൊക്കെയാണ്, എന്നാലും വേഗമൊന്നും തലയിൽ കയറില്ല. ഞാൻ ഓരോ ലൈനും വേഗം ബൈഹാർട്ടാക്കാൻ നോക്കല്ലേ ചെയ്യുക. വേഗം മനസ്സിലാക്കാനാണ് നോക്കാറ്. അതിനുശേഷം ഞാൻ സ്കിൻ കെയർ ചെയ്യാൻ നിന്നു. സ്കിൻ കെയർ എന്ന് പറയുമ്പോൾ ഞാൻ കാര്യമായിട്ടൊന്നും ചെയ്യുന്നില്ല. ഞാൻ ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് റൈസ് വാട്ടർ വെച്ച് കഴുകുന്നതാണ്. അതായത് ഞങ്ങളെ കഞ്ഞിവെള്ളം അത് വെച്ച് കഴുകുകയാണ് ചെയ്യുന്നത്. അതൊരു ടോണർ എഫക്റ്റാണ്. അത് നല്ലോണം ചെയ്ത് മസാജ് ചെയ്ത് വെള്ളം വെച്ചൊന്ന് കഴുകിക്കളി. നല്ലൊരു ഗ്ലോയിങ് സ്കിൻ തന്നെയാണ് അന്നേരം കിട്ടുന്നത്. നല്ലൊരു റീഫ്രഷിങ് ആയിരിക്കും. അതിനുശേഷം ഞാൻ യൂണിഫോം എടുത്തിട്ടു. എൻ്റെ സ്കൂളിൽ പോകുമ്പോൾ ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറയുന്നത് ഈ തട്ടം കുത്തലാണ്. തട്ടം കുത്തൽ ഭയങ്കര പണിയാണ്. ഇത് ഞങ്ങൾക്ക് 3 കോൺ സ്കാർഫിൻ്റെ ആയതുകൊണ്ട് ഭയങ്കര പണിയാണ് തട്ടം കുത്താൻ. അത്ര ഈസി ആയിട്ടൊന്നും നിൽക്കില്ല. ഞാൻ സ്കൂളിൽ പോകുമ്പോൾ കാര്യമായിട്ടൊന്നും ഇടാറില്ല. ഒരു മോയ്സ്ചറൈസറാണ് എനിക്ക് മെയിൻ. മോയ്സ്ചറൈസർ ഞാനിടും, പിന്നെ ഇടയ്ക്ക് ലിപ് ബാം ഇടും. അല്ലാണ്ട് കാര്യമായിട്ടൊന്നും ഇടാറില്ല. പല കുട്ടികളും സൺസ്ക്രീനൊക്കെ ഇടും. ഞാൻ അങ്ങനെയൊന്നും ഇടാറില്ല. ഈ തട്ടം കുത്തി എടുക്കുമ്പോൾ തന്നെ ഏകദേശം എൻ്റെ 1.5 മണിക്കൂർ പോകും. എന്നിട്ട് ഞാൻ മേലെ സാധാരണ ഞാൻ പറഞ്ഞല്ലോ ഇത്ര നേരത്തെ എണീക്കൂല, കുറച്ച് ലേറ്റായിട്ട് എണീക്കാം. അങ്ങനെ എണീച്ച് വരുമ്പോൾ ഞാൻ മേലെ വന്ന് ഈ തട്ടം കുത്തുന്നേരം കുറേ സമയം പോകും. എന്നിട്ട് ഉമ്മ എന്നോട് ചോദിക്കും, ഇനി എന്താക്കുന്നത്, ഇനി എനിക്ക് മേക്കപ്പ് ഒന്നും ഇടുന്ന കാണുന്നുമില്ല, ഇനി എന്താക്കുന്ന കുറേ നേരം അവിടെ നിന്നിട്ട്. എൻ്റെ ഈ മെയിൻ കുഴപ്പം ഈ തട്ടം കുത്തലാണ്. തട്ടം കുത്താൻ കുറേ സമയം എടുക്കും. നല്ല പണിയാണ് ഈ തട്ടം കുത്തി എടുക്കാൻ. തട്ടം കുത്തി പിന്നെയും മാറ്റി കഴിച്ച് അങ്ങനെ ഭയങ്കര കുറേ നേരം എടുത്താണ് എടുക്കൊക്കെ തട്ടം കുത്തുക. ലാസ്റ്റ് ഒരു പെർഫെക്ഷൻ വരുവാണ് സമാധാനമാവുക. കാര്യമായിട്ടൊന്ന് കുത്താണ്ട് ഉള്ള തട്ടവും പിടിച്ച് ഒരു പിന്നും പിടിച്ചിട്ട് പുറത്തോട്ടേക്ക് ഇറങ്ങും. ഞാൻ എനിക്ക് സ്കൂളിലാണ് തട്ടം കുത്തൽ. പിന്നെ ഞാൻ എപ്പോൾ ഇടുന്ന ഒരു സാധനമാണ് വാച്ച് ഇടാണ്ട് എനിക്ക് പോകാനേ പറ്റില്ല. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് സമയം നോക്കണം. പ്രത്യേകിച്ചിട്ട് ഈ എക്സാം ആകുമ്പോൾ ഓരോ മിനിറ്റ് കഴിയുമ്പോൾ സമയം നോക്കൂ. അതായത് എനിക്ക് എക്സാമിൽ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് ഈസി എക്സാമാണ്, ഞാൻ വേഗം ഇത് കഴിയും. അപ്പോൾ പിന്നെ സമയം പോകുന്നുണ്ടോ എന്നുള്ളതിൽ ഞാൻ വേഗം നോക്കും. പിന്നെ സ്പ്രേ മസ്റ്റായിട്ട് ഞാൻ അടിക്കാറുണ്ട്. ഫുഡൊന്നും കഴിക്കുന്നില്ല. ഇതിപ്പോൾ റമദാനായതുകൊണ്ട് ഫുഡൊന്നും കഴിച്ചിട്ടില്ല. അത്താഴമായിരിക്കുമല്ലോ. എനിക്ക് നോമ്പുണ്ടായിരുന്നു. പിന്നെയും റിവൈസ് ചെയ്യാതിരുന്നു. റിവൈസ് ചെയ്തിട്ട് എന്താ ഒന്നും തലയിൽ കയറുന്നില്ല. അതുള്ള കാര്യമാണ്. എത്ര നോക്കിയാലും തലയിൽ കയറുന്നില്ല. ഞാൻ വിചാരിച്ചു വേഗം ഡ്രസ്സ് മാറ്റിയിട്ട് റിവൈസ് ചെയ്യാൻ നിൽക്കുമ്പോൾ വണ്ടി വരുമ്പം വേഗം ബുക്ക് ബാഗിൽ വെച്ചിട്ട് ഓടാലോ എന്നുള്ളതാണ്. ഞങ്ങളുടെ ബസ് ഒരു 8 മണി 7:40 ആകുമ്പോൾ അങ്ങനെ വരും. അപ്പോൾ ഇത്രേ ഉള്ളൂ. ബാക്കി നാളെ.